ഫലസ്തീനികൾ കൊല്ലപ്പെടുമ്പോൾ സന്തോഷിക്കുന്ന നമ്മുടെ നാട്ടിലെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന സംഖ്യകളായ ക്രിസ്ത്യാനികൾ ഇത് കാണണം. ജെറുസലേമിലെ ഹോളി സപ്പൾക്കറിലെ ഈസ്റ്റർ ആഘോഷിക്കുന്നതിനിടെ ഇസ്രായേൽ സൈന്യം ഇരച്ചു കയറി തടയുന്ന ദൃശ്യമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈസ്റ്ററിന് യഥാർത്ഥത്തിൽ സാക്ഷിയായ ഭൂമിയാണ്. അതായത് യേശുവിനെ കുരിശിൽ തറച്ചുവെന്നും അടക്കം ചെയ്തുവെന്നും ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന ഹോളി സപ്പൾക്കറിന്റെ അവസ്ഥയാണ് ഈ പറയുന്നത്. പിന്നെ കുരിശിൽ തറച്ചു എന്നുള്ളത് അത് ഇസ്ലാമിക വിശ്വാസ പ്രകാരമല്ല. കാരണം ഖുർആനിൽ വ്യക്തമായിട്ടും പറയുന്നുണ്ട് ഒമാ ഖതലൂഹു ഒമാ സ്വലബൂഹു. ഒമാ ഖതലൂഹു അദ്ദേഹത്തെ വധിച്ചിട്ടുമില്ല, ഒമാ സ്വലബൂഹു കുരിശിൽ തറച്ചിട്ടുമില്ല. അത് വേറെ വിഷയം. ഏതായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ സൗഹാർദ്ദത്തോടെ ജീവിക്കുകയാണ് ഈ ക്രിസ്ത്യാനികളും മുസ്ലിമീങ്ങളും ഇവൻ ജൂതന്മാർ പോലും. കാരണം സയനിസ്റ്റ് ചിന്താഗതികളുടെ ജൂതന്മാരാണ് ഈ പ്രശ്നക്കാർ. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ അവിടെ നേരിട്ട് അവരുടെ മതസൗഹാർദ്ദം കണ്ട വ്യക്തിയാണ്. ആ യേശുവിനെ കുരിശിൽ തറച്ചുവെന്നും ആ അടക്കം ചെയ്തു എന്ന് പറയുന്ന ഹോളി സപ്പൾക്കറിന്റെ ജെറുസലേമിന്റെ പ്രവിശ്യയിൽ നിന്ന് മാത്രമല്ല, യേശു ഉയർത്തെഴുന്നേറ്റെന്ന് വിശ്വസിക്കുന്ന ഹോളി അസെൻഷൻ ചർച്ചുള്ള ഒളിയും ഒണ്ടിലും, അല്ലെങ്കിൽ യേശു ജനിച്ചു എന്ന് പറയുന്ന ബൈത്ലഹേമിൽ പോയാലും, അല്ലെങ്കിൽ ആ യേശു കളിച്ചു നടന്ന നസ്രയത്തിന്റെ ഭാഗങ്ങളിലൂടെ പോയാലും, അതുപോലെ യൂസുഫ് നബിയും ഇബ്രാഹിം നബി അലൈഹി സ്വലാം അടക്കം ഒരുപാട് അമ്പിയാക്കളുള്ള ഹെബ്രോൺ സിറ്റിയിൽ പോയാലും മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും ഒരുപോലെ താമസിക്കുന്ന സ്ഥലങ്ങളാണ്. ക്രിസ്ത്യാനികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നമ്പർ 1 ചർച്ചായിട്ടുള്ള ഈ ഹോളി സപ്പൾക്കർ നൂറ്റാണ്ടുകളായിട്ട് ഇതിന്റെ ചാവി സൂക്ഷിക്കുന്നത് മുസ്ലിം കുടുംബമാണ്. രാവിലെ തുറക്കുന്നതും രാത്രി അടക്കുന്നതും ഇത് തന്നെ ഏറ്റവും വലിയ മതസൗഹാർദ്ദത്തിനൊരു ഉദാഹരണമാണ്. അപ്പൊ അവിടെയൊക്കെ അവർ സൗഹാർദ്ദത്തോടെ ജീവിക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ എന്താണ് വിചാരിക്കുന്നത്? ഫലസ്തീനിൽ എന്തെങ്കിലും ഉണ്ടാവുമ്പോൾ അത് മുസ്ലിമീങ്ങളെ മാത്രമാണ് ബാധിക്കുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങൾ സത്യാവസ്ഥ മനസ്സിലാക്കണം. ഇത് യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളുടെ മാത്രം പ്രശ്നമായിട്ട് നിങ്ങൾ ഒരിക്കലും കാണരുത്.